നമസ്കാരം. ഞാൻ സാജൻ, ചക്രയുമ സാജൻ. ഈ അടുത്ത കാലത്ത് കുറേ സിനിമകൾ കാണാനുള്ള അവസരം കിട്ടി. മുൻപ് ഞാൻ റിലീസാവുന്ന പടങ്ങളെല്ലാം തന്നെ ഞാൻ പോയി കാണും. കാരണം അതിൽ വേർതിരിവൊന്നുമില്ല, ഏത് പടം വന്നാലും കാണും. കാരണം നമ്മുടെ തൊഴിൽ സിനിമാ സംവിധാനമാണല്ലോ. അത് നല്ലതും ചീത്തയൊന്നും എനിക്കില്ല. കാരണം ഓടുന്ന പടങ്ങളെ അത്, ഓടാത്ത പടങ്ങളെ എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. ഇപ്പം ഏതായാലും കൂടുതൽ സംസാരിപ്പിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഭ്രമയുഗത്തെയാണ്. ഭ്രമം അതൊരു പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കാരണം മമ്മൂട്ടി എവിടെ എങ്ങനെ ഉയരങ്ങൾ കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. പിന്നെ ഞാനൊരു സെൽഫിഷായിട്ടോട് പറയട്ടെ. അതായത് പണ്ട് സ്നേഹമുള്ള സിംഹം ഞാൻ സംവിധാനം ചെയ്തു. അതിനുമുമ്പ് മമ്മൂട്ടിയിൽ ചക്കരയും കൂട്ടിനുള്ളെങ്കിൽ ഒരു നോക്കണം ഇങ്ങനെയുള്ള നല്ല ഗ്ലാമർ വേഷങ്ങളിൽ മനോഹരമായ സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അജയ് ഘോഷിൻ്റെ മലയാള മനോരമയിൽ വന്നൊരു കഥ സ്നേഹമുള്ള സിംഹം. അത് വായിച്ചു. വിജയ മൂവീസ് അവർക്ക് എടുക്കാൻ താല്പര്യമായി. എസ് സ്വാമി ആ കഥ സ്ക്രിപ്റ്റ് എഴുതാൻ തയ്യാറായി. അജയ് ഘോഷ് അന്ന് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് നമ്മുടെ സ്നേഹമുള്ള സിംഹം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ മനോരമയിൽ വരച്ചിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ തന്നെ ഏതാണ്ട് മമ്മൂട്ടിയുടെ ഛായയോട് കൂടിയാണ് വരച്ചിരിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും വൈശാഖൻ എന്നുള്ള ഒരു കഥാപാത്രം ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള. ഞാൻ എന്ത് ചെയ്ത് ഇത് നമുക്ക് സ്വാമിയോട് പറഞ്ഞു, സ്വാമി നമുക്കത് ഈ കഥ നമുക്ക് അടുത്ത് വിജയ മൂവീസിന് വേണ്ടി മമ്മൂട്ടിക്ക് വേണ്ടി പറഞ്ഞാലോ. വിജയ മൂവീസിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പനമ്പള്ളി നഗറുള്ള മമ്മൂട്ടിയുടെ വീട്ടിൽ എൻ്റെ ജഗൻ പിച്ചേസ് അപ്പച്ചൻ സാർ ചക്രയമ്മ എടുത്ത അദ്ദേഹത്തിൻ്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റായിരുന്നു അന്ന് പനമ്പള്ളി നഗറിൽ മമ്മൂട്ടി താമസിച്ചിരുന്നത്. ഒരു റോഡിൻ്റെ അപ്പുറവും ആ വീട് കണ്ടെടുത്ത് കൊടുത്തതും ജഗൻ പിച്ചേസ് അപ്പച്ചനാണ് എന്ന് എനിക്കറിയാം. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങളിത് കഥ പറയുന്നു. മമ്മൂട്ടി ഈ കഥ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊന്നുമില്ല. പുള്ളി ഒരു നിസ്സംഗനായിട്ടിരുന്ന് കേൾക്കും, ഇത്രയേ ഉള്ളൂ. കേട്ട് ലാസ്റ്റിൽ പറഞ്ഞ്, എന്താ സ്വാമി ഇത്, ഞാൻ ഈ കഥ ചെയ്യാനാ സ്വാമി, എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാനങ്ങ് വല്ലാതായി. അജയ് ഘോഷിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അജയ് ഘോഷും അദ്ദേഹത്തിൻ്റെ മോഹമായിരുന്നു. അദ്ദേഹം മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ടൊന്നും കഥ എഴുതിയതല്ല. അദ്ദേഹം എഴുതുന്ന കഥകൾ ഒരുപാട് വ്യത്യസ്തമായ കഥകളാണ്. അപ്പം മമ്മൂട്ടി പറഞ്ഞു, ഇത് എൻ്റെ ഓഡിയൻസ് എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് സാജനും സ്വാമിക്കൊന്നും അറിയില്ലേ. ഇത് 24 മണിക്കൂർ മദ്യപിച്ചുകൊണ്ട് കണ്ണും ചുവപ്പിച്ച് നടക്കുന്ന ഒരു കഥാപാത്രം, ഒരു കോളേജ് ലെക്ചറർ, എന്തത് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുന്നതിൽ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ അറിയാം. ഞാനും അല്പം ഷോക്കായിപ്പോയി. സ്വാമി പറഞ്ഞു, മമ്മൂട്ടി അങ്ങനല്ല, മമ്മൂട്ടി ഇപ്പോൾ ഈ വ്യത്യസ്തമായ വേഷങ്ങൾ ഇതൊക്കെ ഗ്ലാമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളൊരു ഭയങ്കര നടനല്ലേ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, കാരണം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് അല്ലേ സാജ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പിന്നെ കാരണം അതുകൊണ്ടല്ലേ നമ്മൾ മമ്മൂട്ടി അടുത്ത് വന്നത്. ഇത് മമ്മൂട്ടി എന്തോ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് മമ്മൂട്ടി ഒരു പരകായ പ്രവേശനം നടത്തി എന്നുള്ളത് പറയാനാണ് ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത്. ഒരു നനയ്ക്കാത്ത കുളിക്കാത്ത ഒരു രൂപം, കണ്ണും ചുവപ്പിച്ച് ഒരു അയഞ്ഞ ജുബ്ബയും ഒരു വല്ലാത്തൊരു രൂപത്തിൽ വരുന്ന ഒരു മമ്മൂട്ടി. ആ രൂപമൊക്കെ പുള്ളിക്കാരൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ നല്ല ഷർട്ടൊക്കെ ഉദ്ദേശിച്ചത്. മമ്മൂട്ടി പറഞ്ഞു, അതും വേണ്ട, ഈ വൈശാഖൻ അങ്ങനെ സുന്ദരനൊന്നും ആവണ്ട. എന്നിട്ട് മാത്രമല്ല മമ്മൂട്ടി ചെയ്തത്, ഈ ചെറുതുരുത്തിയിൽ നമ്മുടെ കഥകളിയുടെ കേന്ദ്രത്തിലേക്ക് പുള്ളിക്കാരൻ ആളിനെ അയച്ചിട്ട് ഈ കഥകളിക്ക് സാധാരണ ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന, നെഗറ്റീവ് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുന്നവർ ഒരു കുരു ഇടും, ഒരു മഞ്ചടിക്കുരു എന്തോ ഒരു കുരുവാണ്. ആ കുരു ഇട്ട് കഴിഞ്ഞാൽ, കണ്ണിലിട്ട് കഴിഞ്ഞാൽ നല്ല ചുവപ്പായിരിക്കും, വളരെ കഠിനമായ ചുവപ്പായിരിക്കും. ഒരിക്കൽ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് പുള്ളിക്കാരൻ വരുത്തി. നമ്മുടെ വിജയ മൂവീസ് പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ അപ്പോൾ ചെയ്യും. കാരണം അങ്ങനെ നിർമ്മാതാവ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംവിധായകന് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. കർക്കശക്കാരായ, അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്തിനാണത് എന്ന് ചോദിക്കുന്ന ഒരു നിർമ്മാതാവാണെങ്കിൽ നമ്മുടെ സത്യത്തിലുള്ള നമ്മുടെ ഇമാജിനേഷനൊക്കെ അങ്ങ് പോവും. ഇതങ്ങനല്ല, എന്ത് പറഞ്ഞാലും. അതിന് ഉദാഹരണമാണ് കണ്ടൊരു ജോലി റഹ്മാനും നദിയ മൊയ്തും കൂടി ഒരു മോട്ടോർ ബൈക്ക് ഇങ്ങനെ പോകുന്നൊക്കെ വേണം എന്നുള്ള സീൻ ഞാൻ പറഞ്ഞു. ഒരു ഞായറാഴ്ചയായിരുന്നു. അത് അവർക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പോഴും നല്ല ഷോറൂം തുറപ്പിച്ച് 2 മോപ്പഡ് കൊണ്ടുവന്നു. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ നല്ല പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഏതായാലും വിജയ മൂവീസ് ഇത് കേട്ട് പാതി കേൾക്കാത്ത പാതി ചെറുതുരുത്തിയിൽ അയച്ചു, കുരു വരുത്തി, മമ്മൂട്ടി ഇട്ടു. മമ്മൂട്ടി എന്ന് പറഞ്ഞു, ഇത് ഞാൻ കണ്ണ് ചുവന്ന ശേഷമുള്ള സംഭവങ്ങൾ ഇപ്പോൾ എടുക്കണം, കാരണം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം കണ്ണ് വെളുക്കുള്ളൂ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ ഞങ്ങൾ
അങ്ങനെ എടുത്തു. അതാണ് വൈശാഖൻ്റെ പ്രത്യേകത. കണ്ണ് ചുവന്ന ആൾ, മദ്യപിച്ചു കഴിഞ്ഞാൽ ചാര കഴിച്ചു കഴിഞ്ഞാൽ ചുവന്നിരിക്കുന്നതൊക്കെ. പുള്ളിക്കാരൻ പച്ചവെള്ളമല്ലേ കുടിക്കുള്ളൂ, ചാര മദ്യപാനമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഈ പറയാൻ കാരണം, ഒരു പരകായ പ്രവേശം മമ്മൂട്ടിക്ക് കഥാപാത്രം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ വേറെ ലെവലാണ്. അതിനതിൽ നമ്മുടെ മുമ്പ് മൃഗയായാൽ, വാറുണ്ണി, അങ്ങനെ ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, ഒത്തിരി പടങ്ങൾ പുള്ളി അങ്ങനെ ചെയ്തു കഴിഞ്ഞല്ലോ. വിധേയനിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണ്? ഒരു കിണ്ണമല്ലേ. പിന്നെ ഒരു പാതിരാ കൊലപാതകം എന്നൊരു പടത്തിൽ പോലത്തെ ഒരു ഹാജിയില്ലേ, എന്തോ ഒരു വില്ലൻ. പിന്നെ പൊന്തന്മാട, ഇതൊക്കെ മമ്മൂട്ടി ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഇത് മമ്മൂട്ടിയാണോ ചെയ്തത് എന്നൊരു തോന്നിപ്പോകും. കൂട്ടിനിളങ്ങളിൽ ലാലു ലക്സും മമ്മൂട്ടിയും കൂടിയിട്ട് പാടത്തെ ചെളിയിൽ ചേറിൽ, ഡ്യൂപ്പൊന്നുമില്ല, ഡ്യൂപ്പിനെ കൊണ്ടുവന്നു, ഡ്യൂപ്പിനെ കരയിരുന്നതേ ഉള്ളൂ. ഇവർ രണ്ടുപേരും തന്നെയാണ് ആ പാടത്തുള്ള ഫൈറ്റൊക്കെ ചെയ്തത്. അപ്പോൾ അത് മമ്മൂട്ടി എന്നൊരു കഥാപാത്രത്തെ മമ്മൂട്ടി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി അല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഭ്രമയുഗത്തിലുള്ള ഈ കൊടുമൺ പോറ്റിയുടെ കഥയെ പറ്റി ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ടായി പണ്ട്. എന്തോ കോട്ടയത്തിനടുത്ത് പുഞ്ചമൺ മഠം, അവിടുത്തെ അവരുടെ കഥയാണെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിലൊരു ഗോപി എന്നൊരാൾ കേസൊക്കെ ഫയൽ ചെയ്തൊക്കെ മാറി, പിന്നെ ഡബ് ചെയ്ത് മാറ്റിയല്ലോ. പുഞ്ചമൺ പോറ്റി എന്നുള്ളത് കൊടുമൺ പോറ്റി എന്നാക്കിയല്ലോ. എന്തായാലും ഈ പടം സത്യത്തിൽ മമ്മൂട്ടിയുടെ ഒരു പരകായ പ്രവേശം എന്നല്ലാതെ മമ്മൂട്ടിയെ കാണാനില്ല, മമ്മൂട്ടിയില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് ഈ അഭിനയിക്കുന്നവരെ കൂടി 5 പേരാണ്. ആ മനയിൽ മമ്മൂട്ടി, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അതായത് നമ്മുടെ ഡയറക്ടർ ഭരതേട്ടൻ്റെ മകൻ, ലളിത ചേച്ചിയുടെ മകൻ, പിന്നെ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോക്. അത് അവരെക്കുറിച്ചും പറയുന്നില്ല, കാരണം അവർ എവിടെയോ ഇനി പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെയുള്ള റോളുകൾ കിട്ടുക എന്ന് പറയുന്നത്, അതിൽ സംവിധായകൻ രാഹുൽ സദാശിവൻ, അദ്ദേഹത്തെ സംഭവിച്ചേ പറ്റൂ. ഈ രാഹുൽ സദാശിവൻ എന്ത് ധൈര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ സ്നേഹമുള്ള സുഖം കഥ പറയാൻ പോയപ്പോൾ മമ്മൂട്ടി താല്പര്യപൂർവ്വം കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ. ഈ ഭ്രമയുഗം എന്നൊരു കഥ രാഹുൽ സദാശിവൻ്റെ തലയിലുള്ളതാണ്. ഇത് പറഞ്ഞാൽ ഒരു അഭിനേതാവും ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മമ്മൂട്ടി അല്ലാതെ. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് എന്താ ഉള്ളത് പറയാൻ? നിങ്ങൾ ആ പടം കണ്ടിട്ടെന്ന് പറയൂ, എന്ത് പറയാനുണ്ട്? ഒന്നുമില്ല. കാരണം അതിൻ്റെ കംപ്ലീറ്റ് വർക്ക്, ഓരോ സീനും ഷോട്ടും ഈ സംവിധായകൻ്റെ തലയിലായിരുന്നു. പക്ഷേ ആ പാത്ര സൃഷ്ടിയെപ്പറ്റി മമ്മൂട്ടി കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലായി ഇത് രാഹുൽ സദാശിവൻ്റെ തലയിലുള്ളത് സിനിമയായിട്ട് വരുമ്പോൾ ഇതൊരു കലക്കും എന്നുള്ളത് ഒരു ദീർഘവീക്ഷണം മമ്മൂട്ടിക്കുണ്ട്. മമ്മൂട്ടിക്ക് ഇപ്പോഴും അങ്ങനെയാണ്. ഒരു കഥാപാത്രത്തിനെ കേട്ട് കഴിയുമ്പോൾ അറിയാം പുള്ളിക്കാരന് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പോക്കുന്നത്. അപ്പോഴേ പുള്ളിക്കാരൻ അതിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിയും മനസ്സിൽ. അയാളുടെ ചലനം, അതിലെ CBI ഡയറിക്കുറിപ്പിൽ പുള്ളിക്കാരൻ നടക്കുന്ന കൈയൊക്കെ പുറകെ കെട്ടിയിട്ടൊക്കെ നടക്കുന്നില്ലേ, ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നത് വിട്ടുപോകാതിരിക്കാനാണ്. അപ്പോൾ അതുപോലെ ഒരു കഥാപാത്രമായിട്ട് പുള്ളിക്കാരൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ്. നടത്ത, ഭാവചലനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയാണ് പുള്ളിക്കാരൻ്റെ. ശബ്ദത്തിനെ നിയന്ത്രിക്കുക. ഇപ്പോൾ ഇതിൽ ഒരു മുറുക്കുന്ന കഥാപാത്രം, പുള്ളിക്കാരൻ മുറുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലായ്മ തോന്നും. ആ കഥാപാത്രമാണ് ആര്? മമ്മൂട്ടി അല്ലത്, പോറ്റിയാണ്. ഏത് പോറ്റി? കൊടുമൺ പോറ്റി സ്വാത്വികനാണോ? അല്ല. അതിനകത്തൊരു ഒരാളുണ്ടല്ലോ, ഒരു ചാത്തനുണ്ടല്ലോ. നമ്മൾ എത്രയോ യക്ഷിപ്പടങ്ങൾ കണ്ടിരിക്കുന്നു. പണ്ട് ഭാർഗവനിലെ നല്ല സ്നേഹം പ്രേമപുരസ്സരമുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാർഗവനിലെ വിൽസൻ്റെ മാസ്റ്റർ പടം, അതിൽ നല്ല പാട്ടുകളും, ആ യക്ഷി സുന്ദര യക്ഷി, പ്രേമയക്ഷി, നമുക്ക് ഭയപ്പെടുത്തുന്ന സീനുകളുണ്ട്. അത് നമ്മുടെ യക്ഷി കണ്ടു, സുന്ദരി യക്ഷി. പിന്നെ നമ്മൾ യക്ഷി എന്ന സിനിമ, മലയാളി രാമകൃഷ്ണൻ്റെ യക്ഷി, അതിൽ ശാരദാമ്മയും സത്യമാഷൊക്കെയാണ് മുഖമൊക്കെ വികൃതിയായിട്ടുള്ള, അതും ഒരു പ്രത്യേക യക്ഷി. പക്ഷേ ഇതിലും യക്ഷിയുണ്ട്, ഇതിൽ ചാത്തനുണ്ട്, ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഇതൊരു ഹൊറർ മൂവി അല്ല. ഇത് എങ്ങനത്തെ മൂവിയാണ്? സസ്പെൻസ് ആണോ, ത്രില്ലറാണോ? ആണെന്ന് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ മനയാണെന്ന് പറയാൻ കാരണം, ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ കിടിലം ഒരു മനയെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് ലയിച്ചു പോകും. കാരണം ഞാനൊരു സംവിധായകനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനയുടെയൊക്കെ ഓരോ റൂമും ഓരോ പടിക്കെട്ടുകളും അതിലേക്കുള്ള ഓരോ കവാടങ്ങളും ഒരു അറയ്ക്കുള്ളിൽ വിളക്ക് കത്തുന്നതും, പിന്നെ അതൊരു അടുക്കളയുണ്ടല്ലോ, ഇത്രയും വൃത്തിഹീനമായൊരു അടുക്കള ജീവിതത്തിൽ കാണാൻ പറ്റില്ല. കാരണം ഈ കഥയ്ക്ക് അത് ആവശ്യമാണ്. അല്പം പോലും വൃത്തിയുള്ള രീതിയിലല്ല അതിൻ്റെ കഥ നമുക്ക് കാണുമ്പോൾ നമുക്ക്
അതായത് ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് പുള്ളിക്കാരൻ ആറ് ലക്ഷം ചേരിക്കുന്നെങ്കിലും ഇത്രയും രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ അത് 17-ാം നൂറ്റാണ്ടിലെ കഥയാണെന്ന് പറയുന്നത്. ആ രീതിയിൽ പുള്ളിക്കാരൻ പോയിരിക്കുന്നു എന്നുള്ളത്. ഇനിയൊന്ന് ഇതിൻ്റെ റീ റെക്കോർഡിങ്ങോ എനിക്ക് ഇവരൊക്കെ പേര് മറന്നു. ഞാൻ ജ്യോതിഷ് കുമാർ എന്നാന്ന് തോന്നുന്നു ആർട്ട് ഡയറക്ടർ പേര്. പിന്നെ ഫോട്ടോഗ്രാഫറുടെ പേര് ഞാൻ മറന്നുപോയി. കാരണം മുമ്പ് നമ്മൾക്ക് സ്ഥിരം ആനന്ദക്കുട്ടനും സി ബാബു ഒക്കെ സ്ഥിരം ഒരുപാട് പടങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതേപോലെ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നവരല്ലേ. മാത്രമല്ല ഇത് ഈ സിനിമയാണ് ലയിച്ചു പോയി. ടൈറ്റിൽ ആദ്യമല്ല, അത് അവസാനം സ്ക്രോളിംഗ് ആണല്ലോ, അത് മുഷിപ്പില്ല കാണിക്കാനായിരുന്നു. അതുപോലെ ആ എല്ലുപൊടിയൊക്കെ വാരി തേച്ചിട്ട് മനുഷ്യൻ്റെ ഗന്ധം പിടിച്ചിട്ട് യക്ഷിയുടെ വരവുണ്ട്. ആ യക്ഷിയുടെ വരവിലുള്ള റീ റെക്കോർഡിങ്ങിൽ കേട്ടാൽ റീ റെക്കോർഡിങ് ആഭാരം. ഇതിൽ ആർട്ട്, ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ നമ്മൾ പറയണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പണ്ട് വിപിൻ ദാസ് എന്നൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളായിരുന്നു. പിന്നെ ജെ വില്യംസ് എന്നൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ശങ്കരൻ നായർ സാറാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നത്. വിഷ്ണു വിജയം, രാസലയിലേക്ക്. പിന്നെ അദ്ദേഹം മദനോത്സവത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അതിൽ കളറായിരുന്നു, ഫ്യൂജി കളർ. അതിലും മന്ത്രി വിദ്യ കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. പിന്നെ പഞ്ചാഗ്നിയിൽ ആ പട്ടി ഇറച്ചി കടിക്കുന്നതൊക്കെ സാഹസികമായ രംഗങ്ങളൊക്കെ എടുക്കുന്നത് വില്യംസ് ആയിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിൽ ഈ ഫോട്ടോഗ്രാഫറെ പറ്റി എടുത്ത് പറയാമെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ. പിന്നെ റീ റെക്കോർഡിങ് ഞാൻ പറഞ്ഞു, കിടിലം. ആർട്ട് എന്ന് പറഞ്ഞാൽ ആ കസേര പോലും, മമ്മൂട്ടി ഇരുന്ന കസേര ഉണ്ടല്ലോ, ആ കസേര പോലും ഈ പടത്തിന് ശേഷം ഏതെങ്കിലും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചാൽ ആൾക്കാർ ടിക്കറ്റ് വെച്ച് കാണും. കാരണം മമ്മൂട്ടി ഇരുന്ന കസേര എന്ന് പറഞ്ഞിട്ട്. മമ്മൂട്ടിയും സംവിധായകനും ഈ സിനിമ കാലങ്ങൾക്ക് ശേഷവും ജീവിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കാരണം ഇനി ഈ ഭ്രമം തന്നെയാണ് ഈ ഭ്രമയുഗം. കലിയുഗമല്ല, ഭ്രമയുഗം. അത് അദ്ദേഹത്തിൻ്റെ ആ സംവിധായകന് വീണ്ടും ഒരു ഗുഡ് സല്യൂട്ട് ഞാൻ അർപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയെയും അർജുൻ അശോകനെയും സിദ്ധാർത്ഥനെയും സ്മരിച്ചുകൊണ്ട് വീണ്ടും അവരും ഉയരങ്ങളിൽ പറക്കട്ടെ എന്ന്, അവരുടെ കഴിവുകൾ ഇനിയും തെളിയിക്കട്ടെ. മമ്മൂട്ടി ഇങ്ങനെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ പറ്റിയൊന്നും പറയാനില്ല. കാരണം മമ്മൂട്ടി ഇനി എന്താ ചെയ്യാനുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി തന്നെ കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം വ്യത്യസ്തനാണ്. കാരണം ഇപ്പം തന്നെ ആണല്ലേ നൻപകൽ നേരത്തെ മയക്കം, അത് വ്യത്യസ്തമായൊരു കഥ. കാതൽ എന്നൊരു സിനിമ, അത് മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത്ര സൂചിച്ചില്ല, എങ്കിലും എന്താ പടം. അപ്പോൾ അതുപോലെ മമ്മൂട്ടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയ പടവുകൾ ഓരോന്നോരോന്ന് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരും ധൈര്യപ്പെടാത്ത ഒരു കഥയാണ് ഇത്. ഈ കഥാപാത്രത്തിനെ മമ്മൂട്ടി സുരക്ഷിതമാക്കി. തീർച്ചയായിട്ടും ഇത് മലയാളത്തിന് മാത്രമല്ല, മറ്റ് ഭാഷകൾക്കും, ഇന്ത്യൻ ഭാഷകൾക്കും വെളിയിലുള്ള ഭാഷകൾക്കും ഒക്കെ ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.